ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ ബോഡി യോഗവും അതോടൊപ്പം തന്നെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കൂടാതെ ചീഫ് ഉന്നത സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം എൻ്റെ നാട് എൻ്റെ അഭിമാനം എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ പരിപാടിയെ കൊണ്ട് നല്ല തിരൂർ എന്ന ഒരു സംവിധാനത്തിലേക്കും അതിനെ 7 വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് നല്ല സംസ്കാരം, നല്ല പരിസ്ഥിതി, നല്ല വ്യാപാരം, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, നല്ല ഗതാഗതം എന്ന ഈ 7 വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ വിഭാഗത്തിലും നല്ല രീതിയിൽ വ്യാപാരവും നിർമ്മാണത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ നൽകിക്കൊണ്ട് അവരെ ആദരിക്കുക എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഏകദേശ രൂപം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ബിൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നേരത്തെ എൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, 1985 ശ്രീമാൻ പൂക്കുഞ്ഞി സാഹിബ് തറക്കല്ലിട്ട ഈ ബിൽഡിംഗ് 1998 നവംബർ 1-ാം തീയതിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ 1988 നവംബർ 1-ാം തീയതിയാണ് ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ പൂർവികര് വളരെ പ്രയാസപ്പെട്ട അക്കാലത്ത് പണിതുയർത്തിയ ഈ സ്ഥാപനം ഈ വിനോദനൊക്കെ അതിന്റെ സൗകര്യത്തിലേക്ക് ഇറങ്ങി വന്ന ആളാണ്. എന്നാൽ ഇന്നിന്റെ ഈ കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള അതിന്റെ കെട്ടിലും മറ്റ് സൗകര്യങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഇതൊന്ന് പുനർനിർമ്മാണം എന്ന രീതിയിൽ മറ്റു കേടുപാടുകളും കൂടാതെ എല്ലാ സൗകര്യങ്ങളെ കൂടുതൽ വിലപ്പെടുത്തിക്കൊണ്ട് ഇത് തിരൂരിലെ വ്യാപാരികൾക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനവും കൂടിയാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ എന്തിനാണ് എൻ്റെ അഭിമാനം പദ്ധതി നമ്മുടെ 7 വിഭാഗങ്ങളുടെ ആളുകളെ ഞങ്ങൾ ഈ കാലങ്ങളൊക്കെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു മത്സരമല്ല, എന്നാൽ ഇതൊരു അവർക്കുള്ള ഒരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഈ അവാർഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സംസ്കാരം ഉള്ളതിന് അർഹരായിട്ടുള്ളത് നമ്മുടെ തിരൂർ സ്റ്റേഡിയത്തിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആംസ്ട്രോങ് എന്ന ഒരു സംഘത്തിലാണ്. അത് എക്സസൈസ് മാത്രമല്ല, അതൊരു സംസ്കാരം വളർത്തിയെടുക്കുകയും അതോടൊപ്പം കഴിഞ്ഞ പ്രളയകാലത്ത് വളരെ നല്ല രീതിയിൽ അവരുടെ ഇടപെടലുകളൊക്കെയാണ് അവരെ തിരഞ്ഞെടുക്കാൻ. ഒരുപാട് ആളുകൾ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവർ അന്ന് ചെയ്ത സേവനങ്ങൾക്കൊക്കെ ഉള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ജൂറി ഇത് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത് പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ അറിയാം, റോഡിൻ്റെ വശങ്ങളിലെല്ലാം അത് നഗരസഭകളാവട്ടെ മറ്റു സർക്കാർ സംവിധാനങ്ങളാവട്ടെ പണം കൊടുത്ത് ചെടി നട്ടുപോയ ആ ഒരു അന്ന് കാണുന്നതല്ലാതെ പിന്നെ ആ സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ താഴെ പാലത്ത് ഒരു ആ ഡിവൈഡറിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ലോഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്ഥാപനം കൂടിയാണ്. ആ സ്ഥാപനം ആ ചെടി നട്ട് ഇന്ന് വരെ മഴയില്ലാത്ത സമയത്തൊക്കെ ഒരിക്കൽ പോലും ആ ചെടി വാടിയിട്ടോ അല്ലെങ്കിൽ അതിന് പങ്ക് വന്നിട്ടോ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ സ്ഥാപനത്തിനാണ് നല്ല പരിസ്ഥിതിക്കുള്ള അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നല്ല വ്യാപാരം എന്നുള്ളത് വലിയ കച്ചവടം ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ കൺസെപ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ആളുകളോട് ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറ്റം നടത്തി അത് കസ്റ്റമേഴ്സിന് സംതൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു മാർഗം സ്വീകരിക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് ഒരുപാട് നമ്മൾ അന്വേഷിച്ച് അതിനിടയിൽ ഒരുപാട് പേരുടെ ഇതൊക്കെ ഏകദേശം ഒരു 100 ആളുടെ ഒക്കെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏതെങ്കിലും കുറച്ച് ആളുകളാണ് ചെയ്യുന്നതല്ല. നമ്മുടെ മെമ്പർഷിപ്പിന് തന്നെ ഞങ്ങൾ ഒരു ഔട്ട് സർവീസിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇത് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ EK ബനാന അതുപോലെ കേപ്പാട് എക്സൈസിൻ്റെ അടുത്തുള്ള ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ഒരു സർവത്തും ഒരു സാധനങ്ങൾ കഴിക്കുന്ന കച്ചവടക്കാരാണ്
അവർക്ക് ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കരിയർ സംസ്ഥാനമാണ്. മറ്റൊന്ന് ആരോഗ്യമാണ്. നല്ല ആരോഗ്യം. നല്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ നല്ല കാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ പല മാറാരോഗങ്ങൾ, അതുപോലെ ക്യാൻസർ, കിഡ്നി പേഷ്യൻസ്, കിടപ്പ് രോഗികളായ ആളുകളെ ഒരുപാട് വർഷങ്ങളായി നല്ല രീതിയിൽ ചികിത്സിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടാൻ പ്രവർത്തിക്കുന്ന തിരൂരിലെ ഒരു വലിയ കാരുണ്യ സ്ഥാപനമാണ് തിരൂർ കാരുണ്യ പാലിയേറ്റീവ് ക്ലിനിക്. അപ്പോൾ ആരോഗ്യത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരുണ്യ പാലിയേറ്റീവ് ക്ലിനിക്കിനെയാണ്. മറ്റൊന്ന് നല്ല വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം എന്നുള്ളത് പണം കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല. നല്ല വിദ്യാഭ്യാസം സാധാരണക്കാരന് താങ്ങാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അതിനെ നമ്മൾ അറിയാനായിട്ടുള്ളത്. ഇവിടെ സമീപത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഒരുപാട് നല്ല മുഴുവൻ കുട്ടികളെ ജയിപ്പിക്കുന്ന രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ആ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളാണ് നല്ല വിദ്യാഭ്യാസം എന്ന അവാർഡ് വാങ്ങാനായിട്ടുള്ളത്. മറ്റൊന്ന് നല്ല ഗതാഗതമാണ്. നല്ല ഗതാഗതം നമ്മൾ വെച്ചിട്ടുള്ളത് അതിനുള്ള ക്രൈറ്റീരിയ നന്നായി വണ്ടി വിടുന്ന ആളോ അല്ലെങ്കിൽ പെരുമാറുന്ന ആൾ മാത്രമല്ല നമുക്കുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ നമുക്ക് പല രീതിയിൽ അതിൻ്റെ ഒരു എന്താ പറയുക ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കണ്ടെത്തിയ സംഗതി അതുമായി ബന്ധപ്പെട്ട ഗതാഗതവുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ ഭാഗത്തേക്ക് എടുത്തു. ഇവിടെ എല്ലാവർക്കും സുപരിചിതനായ ട്രാഫിക്കിൽ ശമ്പളം പറ്റാതെ ജോലി ചെയ്യുന്ന ഉമ്മക്ക എന്നൊരാളുണ്ട്. ഏത് ചുറ്റുകൊടുക്കുന്ന വെയിലത്തായാലും മയത്തായാലും അവരോട് കൂടെ പണിയെടുക്കുന്ന ഒരു പോലീസുകാരനാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആ ഉമ്മക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മക്കാനാണ് നല്ല ഗതാഗതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ പുരസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ഗവൺമെൻറ്റോ മാത്രമല്ല, ലത്തീഫ് ഖാൻ്റെ കുടുംബമാണ് അതിൻ്റെ സ്പോൺസർ. എല്ലാ നമ്മൾ ഇതിൻ്റെ ആധാരമായ കുട്ടികൾക്കും ക്യാഷ് പ്രൈസ് കൂടി കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ സീസണാണ് ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ട് നടത്തി കൊണ്ടുപോകാനാണ് അവരും സംഘടന ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണ സംഘടന ഉണ്ടാവുന്ന നമസ്കാരം. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ സഹായ വിതരണവും കൂടാതെ വ്യാപാരികളുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ലത്തീഫ് കുന്നത്ത് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരൂർ ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ട് മരണപ്പെട്ട വ്യാപാരിക്കുള്ള 10 ലക്ഷം രൂപയുടെ ധനസഹായങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ 10,000 രൂപയുടെ മരണാനന്തര ഫണ്ട് നൽകണം. അതോടൊപ്പം തന്നെ രാവിലെ 9:30 മുതൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഹെൽത്ത് പാർട്ണറായ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ഹാജിയും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര സഹായമായ 10 ലക്ഷം രൂപ കൈമാറൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീനും വിദ്യാഭ്യാസ പുരസ്കാര പദ്ധതിയുടെ ഉദ്ഘാടനവും ചേംബർ ഹിസ്റ്ററിയും സബ് കളക്ടർ ദിലീപ് K കൈനിക്കര IAS നിർവഹിക്കും. പത്രസമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, വർക്കിംഗ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ, വൈസ് പ്രസിഡന്റ് C മമ്മി എന്നിവർ പങ്കെടുത്തു.